ഹലോ, ഇറ്റ്സ് സാറ്റർഡേ ഈവനിങ്. കുറച്ച് പച്ചക്കറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാറൊക്കെ എടുത്ത് പുറപ്പെട്ടത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് നവി മുംബൈ ആണ്. വാശിയിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇടയ്ക്ക് വാശി പോക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഏരിയയിൽ ലോക്കലായിട്ട് മാർക്കറ്റ് വരാറുണ്ട്. പക്ഷേ വാശിയിൽ കിട്ടുന്ന നല്ല നല്ല വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതൊരു മെട്രോ ആണ്. മെട്രോയിൽ നല്ല കളേഴ്സൊക്കെ ഇപ്പോൾ എല്ലാ മെട്രോയിലും വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റെത്തി. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും ഈ മാർക്കറ്റിലാകുമ്പോൾ. ജാമുൻ വാങ്ങിക്കാനായിരുന്നു മെയിൻ പരിപാടി. പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസ്, ഈ ഉള്ളി, വെളുത്തുള്ളി, അതിന് മാത്രമായിട്ടൊരു ഷോപ്പായിരിക്കും. ചിലപ്പോൾ പൊട്ടറ്റോക്ക് മാത്രമായിട്ടൊരു ഷോപ്പ് ഉണ്ടാവും. ഇതുപോലെ കോൺ ഇങ്ങനെ ഉതിർത്തിട്ട് നമുക്കൊരു പാക്കറ്റ് ആക്കിയിട്ടൊക്കെ തരും. പിന്നെ പൈനാപ്പിളിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. പക്ഷെ എന്നാലും കുറേ ഭാഗമെല്ലാം പോകും. പക്ഷെ വീട്ടിലെത്തിയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അവൻ തന്നെ കൊടുക്കും. ഈ തൊണ്ടമുളക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൊണ്ടമുളകാന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഈ മുളകില്ല. ഇത് ട്രിവാൻഡ്രം സൈഡൊക്കെയാണ് ഞാൻ ഈ മുളക് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ സാലഡ് അനിയനൊക്കെ ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഈ വെജിറ്റബിൾ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇതുപോലെ സ്പ്രൗട്ട്സ് നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിങ്ങനെ അവർ ഓരോരോ പിടിയായിട്ട് എല്ലാത്തിൻ്റെ അകത്തുനിന്നും എടുത്തിട്ട് ഞങ്ങൾക്കിങ്ങനെ തരും. 10 രൂപക്കെല്ലാം കിട്ടും. പിന്നെ ഇതുപോലെ മഹാരാഷ്ട്രയിൽ ഏത് മാർക്കറ്റിൽ കയറി കഴിഞ്ഞാലും നമുക്കിതുപോലെ പച്ച ഇലകളുള്ള ഇഷ്ടം പോലെ കാണാം. ചില ഷോപ്സിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കൈരളി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ബീഫും പൊറോട്ടയും കൊത്തു പൊറോട്ടയൊക്കെ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഒരു ജാമുണ്ടാത്ത് നല്ല ഉപ്പും മുളകെല്ലാം ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് ഒരു ചായയും കുടിച്ചിട്ട് ആ ദിവസം അങ്ങ് അവസാനിപ്പിച്ചു. ചെറിയൊരു ഈവനിങ് ആയിരുന്നു.